ഇപ്പോൾ എനിക്ക് വയസ്സ് 42 99 തൊട്ട് ഞാൻ ആദ്യം മീശമാധവനെ കാണാൻ തുടങ്ങി. അപ്പോൾ എറണാകുളത്ത് ഞാൻ നിൽക്കുക. അതായത് എറണാകുളം ഷേണൈസ് തിയേറ്ററിൽ പോയാൽ ഞാൻ ദിലീപിൻ്റെ മീശമാധവൻ എന്നുള്ള സിനിമ ഉണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ദിലീപിന് എറണാകുളക്കാരെല്ലാം എല്ലാവർക്കും ദിലീപിനെ അഭിനയം എന്ന് വെച്ചാൽ മലയാളത്തിൽ വന്നിട്ട് അഭിനയം ജഗതിയും ദിലീപുമാണ്, വേറെ ആരുമില്ല. ജഗതിയും ദിലീപും ആരും മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. മോഹൻലാൽ എന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ട കാര്യമില്ല, അത് വലിയൊരു തലയാണ്. അങ്ങനെയല്ല. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയിട്ട് തന്നെ താഴെ പറഞ്ഞ ആൾക്കാരുടെ രീതിയാണ് ഞാൻ പറയണത്. എല്ലാവരും ഞാൻ കേസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുള്ള ഒരു ഇതിൽ എല്ലാവരും ബുദ്ധിമുട്ട് കാര്യങ്ങളിരിക്കുക. പിന്നെ വന്നിട്ട് നമ്മളിപ്പോൾ വന്നിട്ട് ഞാൻ ഇപ്പോൾ 2ാമത് തവണയാണ് ഫ്രണ്ട്സ് കാണാൻ വേണ്ടി പറഞ്ഞത്. കോമഡി ഷോ വന്നിട്ട് കോമഡിയാണ്. ദിലീപ് എന്ന് വെച്ചാൽ നല്ല ജനപ്രിയ നായകനാണ്. നമ്മൾ എപ്പോഴായിരുന്നാലും അവരെ നമ്മൾ സ്നേഹിച്ച് ജീവിക്കണ ഒരു രീതിയാണ്. എന്താ ഒരു ചെറിയൊരു കേസ് വന്നതിന് ശേഷം എല്ലാവരും ഒതുക്കി കളഞ്ഞ തെറ്റ് ഭാഗത്ത് ആരായിരുന്നാലും അവരെയൊക്കെ നോക്കണതിലൊന്നും കാര്യമില്ല. എന്നാൽ പോലും എല്ലാവരിലും ഇപ്പോൾ മധുസാർ തന്നെ എത്രയോ കാലങ്ങൾ കൊണ്ട് നടച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏറ്റവും വലിയ ആൾ നല്ല രീതിയിൽ അഭിനയം ആരും ചോദിച്ചാൽ നമ്മൾ പറയണ ആരെയാ? മാസ് സാറേ, നസീർ സാറേ, ജയനെ, ഇതൊക്കെയാണ് പറയണത്. എന്നാൽ പോലും മോഹൻലാലിനെ നമ്മൾ പറയാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിനെ പറയേണ്ട കാര്യമില്ല. ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴിൽ വന്നിട്ട് പറയണ ആരാ? തലയെ പറയും, അജിത്തിനെ. അതുപോലെ മോഹൻലാലെ പറയും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ.